ഹലോ ഫ്രണ്ട്സ്, അപ്പം വീണ്ടും കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു യാത്ര തന്നെയാണ്. നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ഞങ്ങൾ യാത്ര പോകുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് കാണാം. അപ്പം ഇതും നമുക്കൊരു യാത്രയാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും മലയാളികൾ ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ അവിടെ റൂമിൽ ഇരുന്നിട്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകുന്നതും ഒരു അമ്പലങ്ങളിലേക്ക് തന്നെയാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഈറോഡിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ തൃശ്ശൂരിലേക്കാണ് പോയത്. അപ്പോൾ തൃശ്ശൂർ അവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോയി നമ്മൾ പാമ്പുമേക്കാട്ട് മനയിലെത്തിയിട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത് പാമ്പുമേക്കാട്ട് മനയാണ്. അപ്പം നമ്മൾ ഒരു 1 മണി 1:30 ആകുമ്പോഴാണ് ഉച്ചയ്ക്ക് അവിടെ എത്തിയത്. നമ്മൾ അവിടെ ഭക്ഷണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ. ഇതാ അവിടെ വലിയൊരു പൂക്കളം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ആ പൂക്കളം കേട്ടോ. നമ്മൾ തൊഴാൻ നിൽക്കാതെ തന്നെ നേരെ ഭക്ഷണം പോയി കഴിക്കാനുണ്ടായത്. കാരണം ഭക്ഷണം തീരാനായിട്ടുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം 3 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് വെല്ലുങ്ങനൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം 1-2 വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണമായതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും ആയതുകൊണ്ടായിരിക്കണം തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചു. പ്രസാദം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഭക്ഷണത്തിന്. അപ്പോൾ നമ്മൾ പിന്നെ തൊഴാൻ വേണ്ടി നിന്നു. ഇതാണ് നമ്മുടെ പാമ്പുമേക്കാട്ട് മന. അവിടെ ഉള്ളോട്ട് പ്രവേശനമില്ല. പോകുന്നവർക്ക് അറിയുന്നുണ്ടാവും, അവിടെ ഉള്ളോട്ട് പ്രവേശനമില്ല. ഏതൊക്കെയോ ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഉള്ളോട്ട് പ്രവേശനമുള്ളൂ കേട്ടോ. ഈ 3 സ്ഥലമാണ് അവിടെ പ്രാർത്ഥിക്കാനുള്ളത്. ഒന്ന് ഇതാണ്, ഒന്ന് നമ്മുടെ മനേൻ്റെ ഉള്ളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടിട്ടില്ല. ഇവിടെ ഈ ബോർഡിൽ കാണുന്നത് പോലെ ഈ ദിവസങ്ങളിൽ മാത്രമേ മനേൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇനി പോകുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പോയാൽ നിങ്ങൾക്ക് മനേൻ്റെ ഉള്ളിൽ കയറി തൊഴാം. അപ്പം പിന്നെ ഇതാ ഈ മനേൻ്റെ ഇപ്പുറത്ത് ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെയാണ് തുലാഭാരം ചോറൂണൊക്കെ നടക്കുന്നത്. ഞാൻ മോനുമായിട്ട് എനിക്കൊരു തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാതെ അവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടിലാണ് ഈ മന ഉള്ളത് കേട്ടോ. നമ്മളവിടെ ചോദിച്ചറിഞ്ഞത് വെച്ചിട്ട് ഇവിടെ മണ്ണാറശാലയിലൊക്കെ സ്ത്രീകളാണ് ഈ ഒരു അമ്മ എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇരിക്കുന്നത് അവിടെ. അപ്പോൾ അവരുടെ അനുഗ്രഹം അവരതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കൈ ഉയർത്തിയിട്ട് അനുഗ്രഹം തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മൂത്ത ഈ പാമ്പുമേക്കാട്ട് മനയിൽ അവിടെ ഒരു തറവാട്ടിൽ അവരുടെ മൂത്ത മരുമകളാണ് ഇവിടെ ഇപ്പം അമ്മയായിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോരുന്നത് എന്നാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത്. ഇപ്പം നമ്മൾ ചോദിച്ചറിഞ്ഞപ്പം അപ്പോൾ ഇത് അവിടുന്ന് കിട്ടിയൊരു പ്രസാദമാണ്. ഞാൻ ഇത് പ്രത്യേകമായിട്ട് കാണിക്കാൻ കാരണം അത് ശർക്കര പായസം മാത്രമല്ല, അതിൽ ഉള്ള പഴം പുഴുങ്ങിയ പഴമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസാദം കാണിക്കുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. പുഴുങ്ങിയ പഴമാണ് ആ ശർക്കര പായസത്തിൽ ഉണ്ടായിരുന്നത്. അതും വലിയൊരു കഷ്ണം തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പാമ്പുമേക്കാട്ട് മനയിൽ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന വഴിക്കാണ് ഞാൻ നിങ്ങൾക്കിതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇറങ്ങുമ്പോൾ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് കോട്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് ഒന്നും വലിച്ചെറിയുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പാമ്പുമേക്കാട്ട് മനയിൽ നിന്ന് യാത്ര പറഞ്ഞ് നമ്മളിത് നേരെ ബസ് കയറി കേട്ടോ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരേക്കാണ്. അപ്പോൾ നമ്മളിന്ന് കൊടുങ്ങല്ലൂർ സ്റ്റേ ആണ്. അവിടുന്ന് നാളെ പോകുള്ളൂ. അപ്പം എല്ലാവരും ക്ഷീണം കൊണ്ടായിരിക്കണം എല്ലാവരും ഉറങ്ങി. ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ഇത് നമ്മൾ കുറേ പ്രാവശ്യം പാമ്പുമേക്കാട്ട് മനയിൽ നിന്ന് കൊടുങ്ങല്ലൂരേക്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് പാമ്പുമേക്കാട്ടേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് വഴികളൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ എനിക്കറിയായിരുന്നു ഈ കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രയിൽ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ടെന്ന്. കാരണം ഇതുപോലെ ഒരു നല്ല വ്യൂ ആണ് നമ്മുടെ കൊടുങ്ങല്ലൂരേക്കുള്ള ബസ്സിലുള്ള യാത്ര. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ചേരമാൻ ജുമാ മസ്ജിദാണ്. അവിടെ എനിക്ക് തോന്നുന്ന ഒരു മരണം എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുഴി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഒരു റൂം എടുത്തു കേട്ടോ, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റൂം എടുത്തു. നമുക്ക് 2 പേർക്കും കൂടെ ഒരു റൂമാണ് കിട്ടിയത്. 2 ഫാമിലിക്ക് നല്ല റൂമായിരുന്നു. കാരണം അവിടെ റൂമൊക്കെ ഫുള്ളായിരുന്നു. നമ്മൾ ഓണമായതുകൊണ്ട് തിരക്കുണ്ടാവില്ല, എല്ലാവരും വീടുകളിലാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു ധാരണയോടുകൂടെ പോയത് ഒക്കെ തെറ്റിപ്പോയി കേട്ടോ. കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. കൊടുങ്ങല്ലൂർ നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ, നല്ല ക്യൂ ആണ്. ഇത് ഞാൻ തൊഴുത് ഇറങ്ങി
ഇറങ്ങിയതിന് ശേഷം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. തൊഴാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊഴുതിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. തിരുവോണത്തിൻ്റെ അന്ന് അല്ല, ഇത് പിറ്റേന്ന് നല്ല തിരക്കാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഇപ്പോൾ ഓണമല്ലേ, ഇപ്പോൾ ഒക്കെ റെഡിമെയ്ഡാണ്, പൂക്കളം റെഡിമെയ്ഡാണ്, പിന്നെ സദ്യ റെഡിമെയ്ഡാണ്, എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വീടുകളിലൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ ഇതുപോലെ ഓരോ യാത്രകളായിരിക്കും. നല്ലത് തന്നെ അല്ലേ, ഞങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ഇതാ കൊടുങ്ങല്ലൂരിലും അത്യാവശ്യം നല്ല ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മക്കൾക്ക് എപ്പോഴും ജോലി തന്നെ, അവർക്കൊരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത ലോഡ്ജിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു മെഗാന്നാണോ എന്ന് നിങ്ങളൊന്ന് പറയൂട്ടെ, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും മെഗാ ആയാലും ആ ലോഡ്ജിലാണ് നമ്മൾ റൂം എടുത്തത്. ഞങ്ങൾ സാധാരണ PWDൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് റൂം എടുക്കാറുള്ളത്. ഈ പ്രാവശ്യം അവിടെയൊക്കെ ഫുള്ളായിരുന്നു, എല്ലാ ലോഡ്ജുകളും ഫുള്ളായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂരേക്ക് ബസ് കയറി. ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നേരെ തന്നെ ട്രെയിൻ പിടിച്ചു കേട്ടോ ഈറോഡേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിന് കയറി, നമ്മുടെ യാത്ര അവിടെ കഴിഞ്ഞു. നമ്മളൊരു 5:30 ആയപ്പോൾ ഈറോഡ് എത്തി. അപ്പം നമ്മുടെ യാത്ര നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞ, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരുന്നത്. നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നെ അറിയിക്കുക, ഒരു കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പം നമ്മൾ ഇനിയും വീഡിയോസായിട്ട് വരും, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.